ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ വീണ്ടും പോരുമുറുകുകയാണ്. SSK ഫണ്ടിൽ ബാക്കി കിട്ടാനുള്ള 1157 കോടി രൂപ ഇനി കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കല്ല, അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറഞ്ഞത്. പദ്ധതി മരവിപ്പിച്ചത് ആരുടെയും ജയവും പരാജയവുമല്ല എന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം SSK ഫണ്ടും PM ശ്രീയും കൂട്ടിക്കെട്ടുന്നത് RSS രാഷ്ട്രീയമാണെന്ന് തിരിച്ചടിച്ചു. ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ താൻ ആളല്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേ തീരുമാനിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും ആരെപ്പോഴും പുറകോട്ട് പോയിട്ടുണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. SSKയുടെ ഫണ്ട് കിട്ടുമോ എന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയം ഉണ്ട്. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളം. PMCയെ സംബന്ധിച്ച് സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMCയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് BJP രാഷ്ട്രീയമാണ്, അതല്ല നമ്മുടെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം അതല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ വെളിച്ചത്തിൽ SSK ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് CPIയുടെ നിലപാട്. ദില്ലിയിൽ എന്നാൽ PM ശ്രീ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചില്ല. ക്ഷുഭിതനായി. ചോദ്യങ്ങൾക്ക് പത്രപ്രവർത്തകനായിട്ട് എത്ര കാലമായി എന്ന മറു ചോദ്യമായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത്. പത്രപ്രവർത്തകനായിട്ട് എത്ര കാലമായി? ഏതായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി നൽകുന്നില്ല. മറുഭാഗത്ത് ഇതാ ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും വീണ്ടും കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. TV പ്രസാദും റഹീസ് റഷീദും നോബൽ മാരിക്കാരനുമാണ് ചേരുന്നത്. TV പ്രസാദിലേക്ക് പോയാൽ പ്രസാദ്, ഒരിടവേളയ്ക്ക് ശേഷം ഇതാ PM ശ്രീയിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തതാണ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് രാവിലെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പുതിയ വെടിപൊട്ടിക്കുന്നത്. ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാനല്ല ഉത്തരവാദി, അതിന്റെ ഉത്തരവാദിത്തം CPI ഏറ്റെടുത്തോളൂ എന്ന മട്ടിലുള്ള പ്രതികരണം വരുന്നു. ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമാണോ മന്ത്രി ഇന്നിപ്പോൾ ചൊടിപ്പിച്ചത്? വിനീത, PM ശ്രീ പദ്ധതിയിൽ സമീപകാലത്ത് CPIM-നും സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയെയാണ് ഇത് കാണേണ്ടത്. ഇവർക്ക് 3 പേർ ഈ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രിക്കും വലിയ നാണക്കേടുണ്ടായി എന്നുള്ളതാണ്. ആദ്യം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരുന്നു. പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റുന്നു. CPI അറിയാതെ ആരോരും അറിയാതെ വളരെ പെട്ടെന്ന് പദ്ധതിയിൽ ഒപ്പിടുന്നു. ആ പദ്ധതിയിൽ ഒപ്പിട്ടത് ഇടത് നയത്തിനെതിരാണ് എന്ന് CPIM-നും CPI-ക്കും ഒരുപോലെ ബോധ്യവുമുണ്ട്. പക്ഷേ പണത്തിൻ്റെ കാര്യമാണ് മുഖ്യം എന്ന് വന്നപ്പോഴാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ CPI-യെ മൈൻഡ് ചെയ്യാതെ CPIM ഒരു തീരുമാനമെടുത്തത്. അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. എന്നാൽ CPI സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റു. നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ മാറ്റി നിർത്തും എന്നുവരെ പറഞ്ഞപ്പോൾ ഒടുവിൽ PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൽ പോലും CPI-ക്ക് വാർത്താമൂല്യം കിട്ടരുത് എന്ന് ഉറച്ചു വിശ്വസിച്ച പിണറായി വിജയൻ 400 രൂപയാണ് ഒരൊറ്റയടിക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിയ പ്രഖ്യാപനം അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. അതിനുശേഷം PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുന്നില്ല എന്ന വാർത്ത നിരന്തരം വന്ന സമയത്ത് ഒടുവിൽ കേന്ദ്രത്തിന് കത്തയക്കേണ്ടതായും വന്നു. അതിനിടയിൽ ബിനോയ് വിശ്വം പറഞ്ഞ ഒരു ഡയലോഗാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ശിവൻകുട്ടിക്ക് വലിയ രീതിയിൽ പ്രതികരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളായി വന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വലിയ പ്രതിസന്ധി അത് ചൂണ്ടിക്കാണിച്ചാണ് PM ശ്രീ പദ്ധതി ഭാഗമായി ഒപ്പിട്ടത് എന്നാണ് ശിവൻകുട്ടി വിശദീകരിച്ചത്. ആ പണം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല, എൻ്റെ തലയിൽ കയറാൻ വരണ്ട, അതിൻ്റെ ഉത്തരവാദികളോട് ചോദിക്കണമെന്ന് വി ശിവൻകുട്ടി പറയുന്നതിൽ എല്ലാ അമർഷവുമുണ്ട്. ഒന്ന്,
പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. 2, ഇനി മുന്നോട്ടുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ഒരെത്തും പിടിയുമില്ല. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും CPIM-നും തിരിച്ചടി ഉണ്ടായത് CPI-യുടെ ഉറച്ച നിലപാടൊന്നുകൊണ്ട് മാത്രമാണ് എന്ന തിരിച്ചറിവും അത് ശിവൻകുട്ടിക്കുള്ളത് കൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായതെന്നാണ് കരുതുന്നത്. വിനീത. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.